അപ്പോൾ നേരത്തെ നമ്മൾ ഡേറ്റ ആൻഡ് ക്യാരക്ടർ മൂവ്മെൻറ്റ് ഓപ്പറേഷൻ യൂസിങ് SIC പറഞ്ഞു. ഇനി SIC ബാർ XC വെച്ചിട്ടാണ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും SIC ബാർ XCക്കകത്ത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹാഷ് വെച്ചിട്ടാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം LDA#5. അപ്പോൾ എന്ത് ചെയ്തത് ഡയറക്റ്റായിട്ട് 5 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് രജിസ്റ്റർ എയിലോട്ട് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ 5 ഏതിനകത്തോട്ട് എടുത്തു വെച്ച് A രജിസ്റ്ററിനകത്തോട്ട് എടുത്തു വെച്ച് ലോഡ് വാല്യൂ 5 ഇൻറ്റു രജിസ്റ്റർ A. SICക്കകത്ത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ഉണ്ടായതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ആ വാല്യൂ ഒന്ന് കൊടുക്കാം. അതുകൊണ്ടാണ് LDA#5. എന്നിട്ട് ആ അക്യുമുലേറ്ററിൽ വെച്ചിരുന്ന 5 എവിടെ സ്റ്റോർ ചെയ്യുക? ആൽഫയ്ക്കകത്തോട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആൽഫയ്ക്കകത്തോട്ട് ഏത് വന്ന് 5 വന്ന് ആൽഫയ്ക്കകത്തോട്ട് 5 വന്ന് STA ആൽഫ. അടുത്ത എന്താണ്? ഒരു ക്യാരക്ടർ. അപ്പോൾ ഡേറ്റയും മൂവ് ചെയ്യിപ്പിക്കണം, പിന്നെ അടുത്ത ഏതാ ക്യാരക്ടറിനെയും മൂവ് ചെയ്യിപ്പിക്കണം. LDCH#90. LDCH#90 എന്ന് പറയുന്നത് Z എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആസ്കി കോഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ എഴുതിയ പ്രോഗ്രാമിനകത്ത് നമ്മൾ ക്യാരക്ടർ ഏതാ മൂവ് ചെയ്യിപ്പിച്ച Z ആക്കി. ഇവിടെ അതിന് പകരം എന്ത് കൊടുത്താൽ മതി? അതിൻ്റെ ആസ്കി കോഡ് കൊടുത്താൽ മതി. അപ്പോൾ Z എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആസ്കി കോഡാണ് A രജിസ്റ്ററിനകത്തോട്ട് വെക്കുന്നത്. അപ്പോൾ LDCH#90 ലോഡ് ആസ്കി കോഡ് ഫോർ Z ഇൻറ്റു രജിസ്റ്റർ A. എന്നിട്ട് അതിനെ എവിടെ സ്റ്റോർ ചെയ്യിപ്പിക്കുക? C1നകത്തോട്ട് സ്റ്റോർ ചെയ്യിപ്പിക്കുക. അപ്പോൾ C1നകത്തോട്ട് ഏത് വന്ന് 90 വന്ന്. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് ഇത് പ്രോഗ്രാമിൻ്റെ മെയിൻ പാർട്ട് കഴിഞ്ഞ് ഇനി ഡോട്ടിന് ശേഷം എന്താണ് അതിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. ഏതൊക്കെ വേരിയബിൾസാണ് ഉള്ളത്? ആൽഫയും C1. ആൽഫ എന്താണ്? റിസർവ് വേർഡ് 1 വേർഡ് വേരിയബിൾ. C എന്ന് പറയുന്ന റിസർവ് ബൈറ്റ് 1 ബൈറ്റ് വേരിയബിൾ. അപ്പോൾ ഇതാണ് ഇത് സിമ്പിൾ ഡേറ്റ ആൻഡ് ക്യാരക്ടർ മൂവ്മെൻറ്റ് ഓപ്പറേഷൻ യൂസിങ് SIC ബാർ XC. SIC ബാർ XC വരുമ്പോഴത്തേക്കും നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് യൂസ് ചെയ്യും. SICക്കകത്താകുമ്പോഴത്തേക്കും നമുക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല.